ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മട്ടന്നൂർ നഗരസഭയിലെ 2 സ്മാർട്ട് അങ്കണവാടികൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ 30 സ്മാർട്ട് അങ്കണവാടികളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. വൈകിട്ട് 4:30 മട്ടന്നൂരിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ 3 സ്മാർട്ട് അങ്കണവാടികളാണ് അന്നേ ദിവസം ഉദ്ഘാടനം ചെയ്യുകയെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ മട്ടന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 26-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് 4:30 കൃത്യമായിട്ട് മുഖ്യമന്ത്രി ഇവിടെ എത്തും. 4 മണിയാണ് നമ്മളെല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. സ്മാർട്ട് അംഗൻവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം പൂർത്തിയായതിൻ്റെ ഉദ്ഘാടനം മട്ടന്നൂർ നഗരസഭയിൽ വെച്ച് നടക്കുകയാണ്. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ വെച്ച് സ്മാർട്ട് അംഗൻവാടി കൺസെപ്റ്റ് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രൂപീകരിച്ചെടുത്തതാണ്. നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ തന്നെ സ്കൂളുകൾ സ്മാർട്ടാക്കുക, അതുപോലെ ആശുപത്രികൾ വളരെ സാങ്കേതിക തികവുള്ളതാക്കുക, അതിനുവേണ്ടി 2 യജ്ഞങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തോളം നവീകരിച്ചു കഴിഞ്ഞു, ബാക്കിയുള്ള നവീകരണ പ്രക്രിയ തുടരുകയാണ്. അഭൂതപൂർവമായ മാറ്റമാണ് ഉണ്ടായത്. അതുപോലെ ആശുപത്രികൾ PHC മുതൽ PHC കുടുംബാരോഗ്യ കേന്ദ്രമായി മാറുന്നത് മുതൽ ഇവിടെ ഭംഗിയായിട്ടുള്ള മന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി കൂടി പങ്കെടുക്കുകയാണ്. ഇവിടെ നമ്മുടെ ജില്ലയിൽ ചില ഫാമിലി ഹെൽത്ത് സെൻ്ററുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ PHCകൾ ഫാമിലി ഹെൽത്ത് സെൻ്ററായിട്ട് മാറുന്നത് മുതൽ താലൂക്ക്, ജില്ല, മെഡിക്കൽ കോളേജുകളുടെ എല്ലാം നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അധ്യക്ഷയാകും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, സ്പീക്കർ AN ഷംസീർ, KK ശൈലജ MLA, MP മാർ, MLA മാർ, മറ്റു ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. വനിതാ ശിശു വകുപ്പിന് കീഴിൽ മട്ടന്നൂരിൽ, ദേവർക്കാട്, ഇടവേലിക്കൽ എന്നിവിടങ്ങളിലാണ് സ്മാർട്ട് അങ്കണവാടികൾ നിർമ്മിച്ചിട്ടുള്ളത്. ശിശു സൗഹൃദ ക്ലാസ് മുറികൾ, ശിശു സൗഹൃദ ശൗചാലയം, ആകർഷകമായ ചിത്രപ്പണികൾ, കളിപ്പാട്ടങ്ങൾ എന്നിവ ഉൾപ്പെടെയാണ് അങ്കണവാടികളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. മട്ടന്നൂരിൽ 2ഉം കല്യാശ്ശേരിയിൽ 1ഉം ഉൾപ്പെടെ 3 അങ്കണവാടികളാണ് ജില്ലയിൽ തുറക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ KK ശൈലജ MLA, നഗരസഭാ ചെയർമാൻ N ഷാജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK ഷൈമ, KV മിനി, P ശ്രീമതി, ICDS സൂപ്രണ്ട് അമർനാഥ് എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.